പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനി അടക്കമുള്ള പ്രതികൾ പോലീസ് കാവലിൽ മദ്യപിച്ച സംഭവത്തിലൊടുവിൽ കേസെടുത്ത് പോലീസ്. പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ നിന്നും പോലീസ് കാവലിൽ കണ്ണൂരിലെ ജയിലിലേക്ക് മടങ്ങും വഴി മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഗുരുതരമായൊരു വിഷയം, അതിൽ ഈ ഒരു പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഒരു കേസ് കൂടി എടുത്തിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? വിഷ്ണു, പോലീസ് കാവലിലെ പരസ്യ മദ്യപാനത്തിലാണ് കൊടിസുനിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇക്കഴിഞ്ഞ മാസം 17-ാം തീയതി നടന്ന സംഭവത്തിൽ കേസെടുക്കാൻ പരാതിക്കാരില്ല എന്നൊരു വാദമാണ് നേരത്തെ പോലീസ് ഉന്നയിച്ചത്. എന്നാൽ ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കേസെടുത്തേ പറ്റൂ എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. മാത്രമല്ല, ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ DGP റവാഡ ചന്ദ്രശേഖർ ഈ ഒരു സംഭവം പോലീസ് സേനയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയതായി ഈ ചർച്ചയിൽ പറഞ്ഞതായാണ് സൂചന. ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ കൊടിസുനിക്കെതിരെ കേസെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാസം 17-നാണ് ന്യൂമാഹിയിലെ BJP പ്രവർത്തകരായ വിജിത്ത്, ഷിനോജ് എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണയ്ക്ക് തലശ്ശേരിയിലെത്തി മടങ്ങുന്ന സമയത്ത് ഈ കൊടിസുനിയും സംഘവും പരസ്യ മദ്യപാനത്തിൽ ഏർപ്പെട്ടത്. പോലീസിന്റെ കാവലിലായിരുന്നു ഇവർ 3 പേരും ഈ പരസ്യ മദ്യപാനത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങൾക്കും കാരണമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഒടുവിൽ കേസെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. വിഷ്ണു, ഇതിനൊപ്പം എടുത്തു പറയേണ്ടത് ഈ കേസെടുക്കാൻ വൈകി എന്നുള്ള കാര്യം തന്നെ ഏറെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ പ്രതികൾക്ക് മദ്യപിക്കാൻ കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെയും വകുപ്പ് തല നടപടിക്കും സാധ്യത കൂടിയില്ലേ? വിഷ്ണു, പോലീസുകാർക്കെതിരെ നേരത്തെ നടപടി വന്നതാണ്. 3 പോലീസുകാരെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തത്. അതിൽ തന്നെ ഈ ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞൊരു ന്യായം എന്ന് പറയുന്നത് ഇവർക്കെതിരെ കേസെടുക്കാൻ പരാതിക്കാരില്ല, മറ്റൊന്ന് ഇവർ കഴിച്ചത് മദ്യമാണെന്നതിന് യാതൊരു തെളിവുമില്ല എന്നൊരു വാദമാണ്. എന്നാൽ വലിയ വിമർശനങ്ങൾ ഉയർന്നത് ഈ കൊടിസുനി പോലീസ് കാവലിൽ മദ്യപിച്ചത് സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്ന ഒരു പൊതു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസടക്കമുള്ള നടപടികളിലേക്ക് സേന ഇപ്പോൾ പോയിരിക്കുന്നത്. വിഷ്ണു, ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.